നമസ്കാരമുണ്ട്. എന്താ കഥ? നമ്മുടെ റേപ്പർ വേടൻ നാട് വിട്ട് സംസ്ഥാനം വിട്ട് ഇവിടെ CPM മുച്ചൂടും മുടിഞ്ഞ പിന്നെ പുള്ളിക്ക് മനസ്സിലായി ഇനിയിപ്പോ പ്രത്യേകിച്ച് അവാർഡൊന്നും കേരളത്തിൽ നിന്ന് കിട്ടാനില്ല. ഇനിയിപ്പോ ജോസഫ് വിജയ് ഭരിക്കണ തമിഴ്നാട്ടിലാണ്. അവിടെ എന്തെങ്കിലും കുത്തിത്തിരിപ്പിന് വകുപ്പുണ്ടാന്ന് നോക്കിയിട്ടായിരിക്കും ഇവിടുന്ന് പോയിരിക്കണത്. ഇതാണെങ്കിലും അടുത്ത ഞാൻ പാണനല്ലേ പറയാനല്ലേ ഇനി ആണേലും ഒരു മൈറുമില്ലേ എന്നൊക്കെയുള്ള പാട്ട് നമുക്ക് അടുത്ത് തന്നെ തമിഴിൽ കേൾക്കാം. എന്തായാലും ഓരോ മരണങ്ങൾ ഒഴിയുമ്പോൾ അതേ അടുത്ത മരണം എടപ്പാളിന്ന് വേറൊരു മരണം. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഇങ്ങനെ കുത്തിക്കെട്ട് ബീഫ് ഗോമാത തുമാര ഗോമാത. ഇതാണ് അവസ്ഥ. റേപ്പർ വേടനും എടപ്പാളിന്ന് ഏതോ ഒരു വേട്ടാവളിയൻ അന്തം കമ്മി ജിഹാദികളുടെ കൂട്ടിക്കൊടുപ്പുകാരനും കൂടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടോ, റേപ്പർ വേടൻ അവിടെ ഇരുന്നിട്ട് ഞാൻ കാലയിലെ തിന്നുവേൻ, ഉച്ചക്കും തിന്നുവേൻ, രാത്രിയും തിന്നുവേൻ എന്നൊക്കെ പറയേണ്ടത്. ഈ എടപ്പാളുകാരൻ ഇപ്പൊ ഗോമാതാവാണ് ഈ തിന്നുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോ എന്താണ് പ്രശ്നം? നീ ഗോമാതാവിനെ നമ്മുടെ ജിഹാദികളുടെ ഉമ്മയായിട്ടുള്ള പന്നീനെ അവരുടെ വാപ്പയായിട്ടുള്ള ഒട്ടകത്തിന് എന്ത് വേണേ തിന്നാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഇന്ത്യയിലുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്. കൂട്ടിക്കൊടുപ്പുകാരനായിട്ടുള്ള എടപ്പാക്കാരാ നിന്റെ കയ്യും കാലും തല്ലി ഓടിക്കാനാ വെട്ടാനാ കുത്താനാ ഒന്നും ഒരു ഹിന്ദുവും വരൂല എന്നുള്ള ഒരു എന്താ പറയാ ഒരു വിശ്വാസത്തിലാണ് നീ ഗോമാതാവിനെയൊക്കെ തിന്നണത്. നല്ല കാര്യം. നാളെ ജിഹാദികളുടെ ഉമ്മേനായിട്ടുള്ള ഒരു പ്ലേറ്റ് പന്നിയിറച്ചിയും കൂടി നീ തിന്നൊന്ന് കാണിക്കണം. ആ തൂങ്ങി ആടി കിടക്കണം നിന്റെ സാധനം ഉണ്ടല്ല, അതിന് ഉറപ്പുണ്ടെങ്കിൽ നീ അതും കൂടി ഒന്ന് കാണിച്ചാൽ നീ ആണാണെന്ന് ചുരുങ്ങിയ ഞാനെങ്കിലും പറയും എന്ന് മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. പിന്നെ നട്ടലുള്ള ഹിന്ദുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ പരനാറി അറിയുന്നത് വരെ. പരനാറി എന്നൊന്നും മോശം വാക്കല്ലാട്ടാ, ഇവരുടെ നിഘണ്ടുവിലുള്ള വാക്കാണ്. ഈ അന്തം കമ്മി കമ്മ്യൂണിസ്റ്റുകാരുടെ നിഘണ്ടുവിലുള്ള വാക്കാണ്. പിന്നെയും കുറെ വാക്കുകളുണ്ട്, എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടിരിക്കാൻ പറ്റൂല. അപ്പൊ നട്ടലിലുള്ള ഹിന്ദുക്കൾ ഇനിയും മൗനം വെടിഞ്ഞിട്ട് ഒന്ന് ഷെയറെങ്കിലും ചെയ്തു കൊടുക്കണം. നിങ്ങളുടെ പ്രതിഷേധം കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി നിർത്തുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം.